എടാ ഈ ഉത്സവത്തിനൊക്കെ എനിക്ക് പോരാൻ ഡിനോസറിന് ഇറക്കാന്നുണ്ടെങ്കിൽ അതിന്റെ നെറ്റിപ്പട്ട അവിടെ കിട്ടാ. അത് ശരിയാണല്ലോ. അതെവിടെയാണോ കിട്ടാ? തല്ലി വന്നിട്ടാണ് കാര്യം. അല്ലടാ നിനക്ക് സാധനം എന്താണെന്നറിയോ? മക്കടി എന്തായാലും ഡേഞ്ചർ സാധനമാണ്. പുള്ളിക്കാരി പറഞ്ഞില്ലേ? കൊതുക് ഒക്കെ വെറൈറ്റി പേരാണല്ലോ. ഈ പല്ലീനെ ഇപ്പൊ എന്നിട്ട് പറയാ? പല്ലിക്ക് ചിക്കലി. കൂടുതൽ അറിയണോ? ആണോ? അടി കളഞ്ഞ. യെസ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗോൺ ലേണിംഗ്. അപ്പൊ നമ്മള് കുറച്ച് ജീവികളുടെ പേരൊക്കെ പഠിക്കാനാണ് വന്നിരിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ജീവിയാണ് എന്ത്? പല്ലി എന്ന് പറയുന്നത്. പല്ലിക്ക് എന്താ ഇന്ത്യയിൽ പറയാ? ചിക്കലി. ഓക്കെ, ഇനി നോക്കൂ, ഗിർഗിറ്റ്. എന്താണ് ഗിർഗിറ്റ്? ഓന്ത് അല്ലെ. നോക്കൂ, മക്കിയ, ഈച്ച, മക്കടി, ചിലന്തി, മച്ചർ, കൊതുക്, കാലി ചീണ്ടി, കട്ടുറുമ്പ് അല്ലെങ്കിൽ കറുത്ത ഉറുമ്പ്, ചിടിയ, പക്ഷി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇനി നോക്കൂ, തത്തയ്യ. എന്താണ് തത്തയ്യ? കടന്നൽ. അപ്പോ എന്തിനാണ് ഇവരുടെ പേരുകൾ പഠിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് 2ാമത്തെ യൂണിറ്റിൽ ഒരു കഥ പഠിക്കാനുണ്ട്. ആ കഥയുടെ പേര് ഘർ എന്നാണ്. റൈറ്റർ പ്രഭാതാണ്. അപ്പൊ ഈ കഥയില് ഇവരൊക്കെയാണ് ക്യാരക്ടേഴ്സ്. പക്ഷെ ഇവര് മാത്രമാണോ ക്യാരക്ടേഴ്സ് ചോദിച്ചാൽ ഇവര് മാത്രമല്ല, വേറൊരാളും കൂടെ ഉണ്ട്. ഈ കഥയിലെ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരു ആളുണ്ട്. ആളുടെ പേര് ഫർഹാദ് എന്നാണ്. അപ്പോ ഇദ്ദേഹമാണ് ഈ കഥയുടെ പ്രധാന ആകർഷണം. നമുക്ക് നോക്കാം. കഹാനിക്കാർ പ്രഭാത് കി ബഹുത് ഹി സുന്ദർ കഹാനി ഹെ. കഥാകാരൻ പ്രഭാത് എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു കഥയാണ് എന്ത്? നമ്മുടെ ഘർ എന്നുള്ളത്. ഈ കഹാനി പര്യാവരൺ ബോധ് തഥാ സഹജീവി പ്രേമ പർ ആധാരിത് ഹെ. ഈ ഒരു കഥ പര്യാവരൺ ബോധ്, പരിസര ബോധത്തെ കുറിച്ചും അതുപോലെ സഹജീവി പ്രേമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സഹജീവികളോട് തോന്നേണ്ട ഒരു ഇഷ്ടമുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇഷ്ടത്തെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഫർഹാദ് കഹാനി കാ കേന്ദ്ര പാത്ര ഹെ. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ആര്? നമ്മുടെ ഫർഹാദ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. നമ്മൾ മുന്നേ പഠിച്ച ജീവജാലങ്ങളുടെ പേരുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അവരൊന്നും അല്ല ഈ കഥയുടെ കേന്ദ്ര കഥാപാത്രം. ആരാണ്? ഫർഹാദ് ആണ്. अपने मौलिक स्वभाव से वो कहानी का मुख्य आकर्षण बन जाता है. തന്റെ ഐഡിയൽ ക്യാരക്ടർ കാരണം, തന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്വഭാവം കാരണം ആണ് ഈ ഒരു കഥയിലെ ഏറ്റവും പ്രധാന കഥാപാത്രമായിട്ട് ഒരു ആകർഷണമായിട്ട് മാറിയത്. ആര്? നമ്മുടെ ഫർഹാദ്. ഓക്കെ, अपने घर को लेकर ഫർഹാദ് കാ വിചാർ കാഫി അലഗ് ഹെ. തന്റെ വീടിനെ കുറിച്ച് ഫർഹാദിന്റെ ഒരു ചിന്താധാര വേറെ തന്നെയായിരുന്നു. വ വിശ്വാസ് കർത്താ ഹെ കി. ഫർഹാദ് വിശ്വസിക്കുന്നത് എന്താണ്? ഘർ കേവൽ ഉസ്കാ നഹി. വീട് അവരുടെ മാത്രമല്ല, ബൽക്കി പക്ഷേ ഘർ മേ രഹ്നെ വാലെ തമാം സൂക്ഷ്മ പ്രാണിയോം തഥാ ജീവോം കാ ഭി ഹെ. വീട്ടിൽ താമസിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ കൂടെയാണെന്നാണ് ഇവിടെ ഫർഹാദ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനാണ് ഈ കഥയിൽ ഇത്രയും കഥാപാത്രങ്ങൾ ഉള്ളത്. അപ്പൊ ഇവിടെ ഓരോരോ കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാണ്? കടന്നൽ വരുന്നുണ്ട്, ഓന്ത്, പല്ലി, അതുപോലെ ഈച്ച, കൊതുക്, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ രസകരമായിട്ടുള്ള കുറെ എക്സ്പീരിയൻസുകൾ ഇവർ ഈ കഥയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഘർ എന്ന കഹാനിയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. 15-ാം തീയതി രാത്രി കൃത്യം 7 മണിക്ക് 9th ചാനലിലേക്ക് എല്ലാവരും എത്തുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.